മരുന്നുകളുടെയും വെന്റിലേറ്റേഴ്സിന്റെയും ഒക്കെ ഉള്ള ആവശ്യത്തിനനുസരിച്ചുള്ള സപ്ലൈയും ഉണ്ട്. മാത്രമല്ല ഡെത്ത് റേറ്റ് കുറയുകയും അത് ഫ്ലാറ്റൻഡ് ആയിട്ടിരിക്കുകയും നൗ ഗോയിങ് ടുവേർഡ്സ് ടേപ്പറിങ്. അപ്പം അതിന്റെ കൂടെ തന്നെ ട്രംപും ബിസിനസ് റീഓപ്പൺ ചെയ്യുന്നതിന് ലിമിറ്റഡ് ആയിട്ട് റീഓപ്പൺ ചെയ്യുന്ന നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ്. അതൊരു നല്ലൊരു റീഓപ്പണിംഗ് controlled way, limping back to business എന്നുള്ള ഒരു ശുഭ സൂചനയാണ് അത് തരുന്നത്. എന്നിരുന്നാലും മരുന്നും വാക്സിനും ഒരു ഡെഫിനിറ്റ് റീസൺ ആയിട്ട് വരാത്തോടത്തോളം കാലം ഈ പ്രതിസന്ധി കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് തന്നെ ഇരിക്കും. ന്യൂജേഴ്സിയിലും അതേപോലെ തന്നെയാണ്. പക്ഷേ ആൾമോസ്റ്റ് ഒരു 4000-ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. അത് റിക്കവർ ചെയ്യുന്ന ഇത് ഓവറോൾ എല്ലായിടത്തും ഹയർ റേറ്റിൽ റിക്കവറി ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്. സോ അത് വളരെ ഒരു വെൽക്കം ജെസ്റ്റർ തന്നെയാണ്. ഓവറോൾ നമുക്ക് സമപ്പ് ചെയ്യാനുള്ള ഇതാണെന്നുണ്ടെങ്കിൽ it is under control, it is flattened and trending towards tapering, and business is slowly start ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഫ്ലോറിഡയിലെ ജാക്സൺവിൽ മൺഡേ ഓൺവേർഡ്സ്, മൺഡേ തൊട്ട് റീസ്റ്റാർട്ടിങ്. ടെക്സാസിൽ അതേമാതിരി റീഓപ്പണിങ് ഇറ്റ്, ആൻഡ് ന്യൂജേഴ്സി ഈസ് തിങ്കിങ് to reopen after a few weeks. ഇതാണ് അതിൻ്റെ ഓവറോൾ കറണ്ട് COVID-19 സ്ഥിതി. ഇപ്പോൾ ആസിറ്റീസ് പിന്നെ കംപ്ലീറ്റ്ലി ക്ലോസ് ഡൗൺ ആണോ അതോ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ സ്ഥാപനങ്ങളൊക്കെ? കംപ്ലീറ്റ്ലി ക്ലോസ് ഡൗൺ അല്ലെന്ന് തന്നെ പറയാം. ലിമിറ്റഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസ് ന്യൂയോർക്ക് നെവർ ഇറ്റ് ഈസ് ക്ലോസ് ഡൗൺ. ക്ലോസ് ചെയ്യാനും ഒക്കത്തില്ല. സോ ഇറ്റ്സ് ഓൺലി ലിമിറ്റഡ് ആൻഡ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം കോൺസെപ്റ്റില്, ഷെൽട്ടറിംഗ് പ്ലേസ് എന്നുള്ള കോൺസെപ്റ്റിൽ അതങ്ങനെ പൊയ്ക്കൊണ്ട് ഇരിക്കുകയാണ്. സോ മാത്രമല്ല ഇത്രയുമുള്ള എല്ലാ കൺസ്ട്രെയിൻസിലും തിങ്സ് ഗോട്ട് അണ്ടർ കൺട്രോൾ. ഇൻവെന്ററീസും മെഡിസിനും മറ്റുള്ളതെല്ലാം ഇപ്പോൾ ആവശ്യത്തിന് ഉണ്ട്. മാത്രമല്ല ന്യൂ കേസസ് വരുന്നതും ആൾമോസ്റ്റ് ഫ്ലാറ്റൻഡ് ആയി. റിക്കവറി മെനി ഫോൾഡ് റിക്കവറീസ് വന്നു തുടങ്ങുക. ദാറ്റ് ഈസ് എ ഗുഡ് ഇൻഡിക്കേഷൻ. റിക്കവറീസ് ആർ വെരി ഫാസ്റ്റ്. ഇത് ഇപ്പം നമ്മുടെ ഈ ബിസിനസിന്റെ കമ്പാരിസീവിറ്റിൽ ഇപ്പം നിങ്ങളുടെ എല്ലാം ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. ഈ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് tens and millions of people all over the world വീട്ടിലിരുത്തി forced into a recession. That's the concept. So it's a change scenario. A change, നമ്മുടെ ബിസിനസ്സിൽ change is always a necessary phenomena ആണ്. പക്ഷെ ഇതൊരു ഗ്ലോബൽ ക്രൈസിസ് ത്രൂ എ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ഓൾ ഓവർ ദ വേൾഡ് എങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തെന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ട്, വളരെ പ്രധാനമായിട്ട് ഇതിനെ നോക്കുമ്പോഴത്തേക്ക് ദ വേൾഡ് ഓവർ ഇതൊരു പുതിയൊരു ദിശയും പുതിയൊരു ഡിസിപ്ലിനും പുതിയൊരു വേൾഡ് ഓർഡറും സൃഷ്ടിക്കാനുള്ള എല്ലാ പാരാമീറ്റേഴ്സും വന്നിരിക്കുകയാണ്. സോ എൻ്റെ interactions experiences which നോക്കുമ്പോഴത്തേക്ക് there are so many things are going to happen. This is going to ഒരു opportunities ആണ് തൊട്ടാണെങ്കിൽ കൂടെ തന്നെ. ഈ അമേരിക്കയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ കോവിഡ് കൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ് എലിമെന്റ്സ് എന്തൊക്കെയായിരിക്കും? പോസിറ്റീവ് എലിമെന്റ്സ് തന്നെയാണ് കൂടുതൽ ഉള്ളത്. കാരണം ഒന്ന് ഇപ്പൊ നമ്മുടെ ഒരു പിന്നെ ഈ ടെഡ് ടോക്ക് പോലുള്ള നമ്മുടെ
5 വർഷം മുമ്പ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാൻഡമിക് ക്രൈസിസും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമെന്ന് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് നമ്മളെ ബിസിനസ്സിനെ പോലെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഫോർസൈറ്റ് പ്ലാനിങ് നമുക്ക് ഇല്ലാത്തതിൻ്റെ ഉള്ള ഒരു ഔട്ട്കമാണ് ഇതെല്ലാം, ദ ക്രൈസിസ്. സോ നമ്മളുടെ ഈ റെസിഷൻ സെറ്റിൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇത് വരുന്നത്. അതില് മുഖ്യമായിട്ട് കാണുന്ന 1-2 കാര്യങ്ങള്, ഒന്ന് ഈ സപ്ലൈ ചെയിൻ business, that the no more is going to be a global, it is a local. Supply chain concept, say for example, the goods and services more going to be a local, self-sufficient aayittulla concept it is going to change. That is one thing. So the business which are in the supply chain, no more it is on the top priority, it is getting into a new look altogether. അടുത്ത ഇതില് ഈ ഷോപ്പ് വർക്ക് ആൻഡ് പ്ലേ കോൺസെപ്റ്റില് the life is going to change. So how exactly it is going to be the change എന്നുള്ളത്, that is going in that order. Third, the digitalization, നമ്മളെ everything remotely getting things done, ആ ഒരു കോൺസെപ്റ്റില് അത് മൂവ് ചെയ്യുന്നു. തേർഡ്, ഹോം ബയാസ്ഡ് ആയിട്ടുള്ള ബിസിനസ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏത് ടൈപ്പിലുള്ള ബിസിനസ് ആണ് ഹോം ബേസ്ഡ്, ദ ലോക്കൽ ബേസ്ഡ്, ദിസ് വൺ ഈസ് ഗെയിനിങ് ഇമ്പോർട്ടൻസ്. ഹെൽത്ത് കെയർ, it is going to have a different outlook from the privatization to the government responsible type of the business is getting concentrated. Unemployment is also creating, but that is going to generate more entrepreneurship to പുതിയ ബിസിനസ് ഡിസ്കവർ ചെയ്യുന്നതിനുള്ള ഇത് വരുന്നതാണ്. Another one area, insurance industry is another thing. അതൊരു ന്യൂ പ്ലാറ്റ്ഫോമിലോട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും അത് ചെയ്യുന്നു. ഓൾ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ socially, economically, culturally, the new order, new discipline, everything is going to come in. അത് എപ്പോ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ള പ്രോസസ്സ് definitely depending upon the vaccine and the medicine, how exactly going to be 100% effective. ആ ഒരു ട്രാൻസിഷൻ ആണ് ഇപ്പം നോക്കുന്നത്. Possibly by the year end, the medicine is going to come, the effective 100% medicine and 100% checkup, the fast checking up. Adu varumbothekkum the confidence of meeting, associating, assembling, gathering, traveling, all will get back. So till that time, things are limping back, and the economy rebuilding, the government is really pumping lot of money to rebuild the business. Paycheck protection type of financing, and also the working capital financing, both really make the job going. And also ഈ ജോലി നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇപ്പൊ ഈ ഗവൺമെന്റ് ഈ ഒരു മന്ത്രി ഒരു ഇത് കൊടുക്കുന്നുള്ളൂ, അതോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? ഇല്ല, എല്ലാവർക്കും
കൊടുക്കുന്നുണ്ട്. വൺ ഈസ് ജോബ് ലോസ് ആയവർക്ക് സാലറി പ്രൊട്ടക്ഷൻ, ആൻഡ് ബിസിനസ്സിലുള്ളവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ടു കീപ് ദ overheads and the minimum operating expenses required. So already online ആയിട്ട് ഈ ഫൈനാൻസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വിത്തൗട്ട് സീയിങ് ഫേസ് ടു ഫേസ് ഇറ്റ് ഈസ് ഓൾറെഡി ബീൻ ഡൺ. ദ വൺ ഫണ്ടിങ് ഓൾറെഡി ഇറ്റ് ഈസ് ഡൺ. സോ ബിസിനസ് ഈസ് നോർമൽ, ദ ലൈഫ് ഈസ് നോർമൽ. ഓൺലി തിങ് ദാറ്റ് എല്ലാവരും കേജ്ഡ് ആയി വീട്ടിനകത്ത് ഇരുന്നുള്ള ആണുള്ളത്. സോ ഇൻ മൈ ഒപ്പീനിയൻ ദ റിസഷൻ ഈസ് സെറ്റ് ഇൻ. ഇത് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ടൈം പീരീഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് എ ലോങ്ങർ ദാൻ വാട്ട് വി തിങ്ക്. ദ ന്യൂ ബിസിനസ് വരുന്നത് പുതിയ ഓർഡറിൽ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ the hotel industry or the large conventions or the traveling, the goods movement, everything got some limitations unless this public health problem is addressed fully. Resume ചെയ്യുന്നതിനുള്ള ടൈം ലാഗ് അത് തീർച്ചയായിട്ടും അത് വരുന്നതാണ്. അപ്പം ഇതില് യെസ്, അപ്പം ഇതില് ഇനിയുള്ള ഇതില് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്കത് അഡ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു അഡ്രസ് ആസ് പെർ ദ ബിസിനസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ പാർട്ടിസിപ്പന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഇത് ചെയ്യിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ അമേരിക്കയിൽ ഒരു പുതിയ വർക്ക് കൾച്ചർ ടോട്ടലി വരികയാണ്. ബിസിനസിന്റെ എല്ലാ ആസ്പെക്റ്റിലും ഒരു പുതിയ ഒരു ചേഞ്ച് വരുവാണ്. അപ്പൊ ഈ വരുന്ന മാസങ്ങളിലെല്ലാം അപ്പൊ ഇനി ഇങ്ങനെ അമേരിക്കയിൽ ടോട്ടലി ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് പർട്ടിക്കുലർലി മലയാളികൾക്ക് ഇപ്പൊ അവിടെ ഫൊക്കാനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ 50 സ്റ്റേറ്റ്സിലെയും ഇൻഫർമേഷൻ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ എല്ലാ മലയാളികളുമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിലിരിക്കുന്നതാണ്. അപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും എനി ഓപ്പർച്യൂണിറ്റി ഫോർ അവർ മലയാളി കമ്മ്യൂണിറ്റീസ്, we can do business from here or coming over there, or any scope in investing there or getting invested here? Yes, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഈ പുതിയ ഇതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ദ ന്യൂ ഓർഡർ ഓഫ് ഡിമാൻഡ് വരുമെന്നുള്ളതിന് സംശയമില്ല. എല്ലാത്തിൻ്റെയും ഒരു ഷോർട്ടേജ് തന്നെ ആയിരിക്കും. ദാറ്റ് ഇസ് വൺ ഓപ്പർച്യൂണിറ്റി. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന ബിസിനസ്സിൽ എന്റർപ്രണർഷിപ്പ് പറയുന്ന മാതിരി ചലഞ്ച് ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് ദ ന്യൂ ഡിമാൻഡ്. ആ ഡിമാൻഡ് ഫുൾഫില്ല് ചെയ്യാനുള്ള വളരെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. മാത്രമല്ല ഈ ഗുഡ് വിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റില് ഇന്ത്യ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു. പക്ഷെ ഇന്ത്യക്ക് ഉള്ള ഒരു കപ്പാസിറ്റി ടു മീറ്റ് ദ ഡിമാൻഡ് ഇല്ലെന്നുള്ളതാണ് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അവർക്ക് അതിനുള്ള വിത്ത് ടൈം ഇറ്റ് വിൽ ക്യാച്ച് അപ്പ്. ഡിമാൻഡ് ഒരുപാട് ഉണ്ടാവും. മാത്രമല്ല മോസ്റ്റ് ഫേവറബിൾ നേഷൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയുമായിട്ട് ബിസിനസ് ചെയ്യാൻ ഓൾ ഓവർ ദ വേൾഡ് ഒരു പുതിയൊരു ലൈക്കിങ് വരും. ബിക്കോസ് ഇപ്പൊ ഇതിന്റെ ഈ എപ്പിഡമിക് കഴിഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് ഫാക്ടർ ഓൾ ഓവർ ദ വേൾഡ് വിൽ എവോൾവ്. അപ്പൊ മാത്രമല്ല മണി അല്ലെങ്കിൽ കോസ്റ്റ് തന്നെയും ഒരു ഫാക്ടർ അല്ല when they compare with the goodwill and the trust factor. So ഇപ്പോഴത്തെ എമർജിങ് ടൈമില് ഇന്ത്യക്കുള്ള സ്ഥാനം മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതുകൊണ്ടും
നല്ല ഒരു ഓപ്റ്റിമിസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. അത് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ it is a good for the business community, like entrepreneurs, in a small way or big way. That's a good welcome gesture. നമുക്ക് ഈ മലയാളികൾ ഇപ്പം അങ്ങനെ ഒരു അമേരിക്കൻ മാർക്കറ്റ് ഇപ്പം കരുതി വെച്ചുകൊണ്ട് ഇത് കഴിഞ്ഞ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫുഡ് സപ്ലൈയിലാണോ, ഫുഡ് മെറ്റീരിയൽസിലാണോ, സർവീസസിലാണോ, ഏതൊക്കെ ഏരിയയിലായിരിക്കും മലയാളികൾക്കൊരു എഡ്ജ് കിട്ടാനായിട്ട്? അല്ലെങ്കിൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്ത് US കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഏരിയയിലായിരിക്കും നമുക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് കഴിയുക? ഈ സർവീസ് സെക്ടറിൽ ഇത് പുതിയതായിട്ട് ഇവിടെ ഇപ്പം എങ്ങനെ ആണെങ്കിലും ഡിജിറ്റലൈസ് ആയിട്ടുള്ള ആപ്സും മാത്രമല്ല ഈ ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈൽ രീതിയിലുള്ള കാര്യങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസ് എത്തിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റ് വലുതാണ്. സേ ഫോർ എക്സാമ്പിൾ, ഈ ആപ്പ് മുഖാന്തരം എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഒക്കുന്നത്, അതിന് മോർ ഡിമാൻഡ് ഉണ്ട്. അപ്പം ദ ബിസിനസ് വിച്ച് ആർ ഡിജിറ്റലൈസ്ഡ് ഓൺലൈൻ, അതൊരു എവർ ഗ്രോയിങ് ഇൻഡസ്ട്രി തന്നെ ആണ്. അപ്പൊ അതിനുള്ള ആപ്സ് ഒരു ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ന്യൂ ഐഡിയാസ്, ന്യൂ ഡിസ്കവറി, അങ്ങനെയുള്ള ആപ്സ്, ദാറ്റ്സ് വൺ ഏരിയ. ഓക്കെ. ഇപ്പൊ നമ്മള് ആക്ച്വലി US വരാനായിട്ട് നമ്മൾ 40 പേരുടെ ഒരു ടീം നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അന്നത്തെ പിന്നെ കൊച്ചി മീറ്റിങ്ങിന് വന്നിരുന്നല്ലോ. അതിനുശേഷം നമ്മളൊരു 40 പേരൊരു ടീം അങ്ങോട്ട് വരാനായിട്ടെല്ലാം റെഡി ആയിരിക്കുമായിരുന്നു. അപ്പൊ അവരുടെ വരവിന്റെ ഉദ്ദേശം തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് അമേരിക്കയായിട്ട് ചെയ്യുക, അപ്പൊ അതിന്റെ സാധ്യത ആരായുക എന്നുള്ളതാണ് അവരുടെ പിന്നെ ഏറ്റവും ഒരു പ്രൈം ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുവാണെങ്കിൽ ഏതൊക്കെ, ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ ആപ്പ് ഇല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട, അതല്ലാതെ ഇപ്പൊ നമുക്ക് മറ്റു മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ പിന്നെ പ്രധാനമായിട്ടും സർവീസിനകത്ത് ആപ്പ് വളരെ നല്ലൊരു ഏരിയ ആണ്. ഇവിടെ ചെയ്യിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും. US അത്രയും സ്പീഡിൽ അത് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ പലപ്പോഴും നമുക്കതിന്റെ ഈ ബേസിക് കോൺസെപ്റ്റ് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വർക്ക് ഇവിടെ ചെയ്യിച്ചു കൊടുക്കുമായിരിക്കും കുറച്ചുകൂടെ. അതല്ലെങ്കിൽ ഇപ്പൊ ഈ അമേരിക്ക വളരെ മുന്നേ നിൽക്കുന്നെങ്കിലും ചില ഏരിയ ഏത് ബിസിനസ് ചെയ്യാനും നമുക്ക് സാധ്യതയുണ്ട്. അത് ടെക്സ്റ്റൈൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റും? ഇല്ല, ഈ ടെക്സ്റ്റൈൽ ഏരിയ വളരെ നല്ലൊരു ഏരിയ ആണ്. എന്നുവെച്ചാൽ വാല്യൂ ആഡഡ് ഐറ്റംസ് rather than ready-made items. അവിടെ ഈ ബ്രാൻഡിങ്ങും ടൈലർ മെയ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷനും അത് സാധിക്കും. അതൊരു വലിയൊരു മാർക്കറ്റാണ്. ഇവിടെ ആക്ച്വലി അഫ്ലുവൻറ്റ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എബോ ആവറേജ് ഗ്രൂപ്പിൽ ഈ ടെക്സ്റ്റൈൽ, ഓൺലൈൻ ടെക്സ്റ്റൈലോ അങ്ങനെയുള്ള കോൺസെപ്റ്റിൽ അത് വലിയതാണ്. ഇവിടെ അമേരിക്കയിലുമായിട്ടുള്ള സെറ്റപ്പ്, ഫോർ എക്സാമ്പിൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ഉണ്ട്. അപ്പൊ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ആളുകൾക്ക് ഇല്ലെങ്കിൽ നമ്മളെ കമേഴ്ഷ്യൽ ഗ്രൂപ്പില് people are interested to invest in the business, provided they have a feasible project.
feasible project which can generate really a positive outcome on that. Adine oru say for example working capital financing illengile partnership investment angane ulla oru opportunities undu. Say for example raw material money aanu raw material eppozhum appo that adundengile business can take in any direction upwards. Other opportunity. Say for example, somebody wants to scale up their production or business from the current level to the next level. The equity is a shortage or equity is in question. We can address that. Angane ulla ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അത് ഒരു ഏരിയ. അതൊന്ന്. സെക്കൻഡ് തിങ് ഇവിടെ വരുമ്പോൾ ഈ ട്രേഡ് ഗ്രൂപ്പ്സിൽ ആയിട്ടുള്ള ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ വേണ്ടുള്ള ഐറ്റംസ് എന്താണെന്നുള്ളത് അറിയാം. സേ ഫോർ എക്സാമ്പിൾ ഒരുപാട് ഗവൺമെന്റ് ഐറ്റംസ് ലോക്കൽ ഗവൺമെന്റിലെ ഹാർഡ്വെയർ ആയിരുന്നാലും ഇത് ഹാർഡ്വെയർ ഐറ്റംസ് ഒരുപാട് ഓർഡേഴ്സ് പുറത്തുനിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള ഓർഡേഴ്സുകളെല്ലാം സേ ഫോർ എക്സാമ്പിൾ ഈ യൂട്ടിലിറ്റി ആയിട്ടുള്ള ഐറ്റംസ്. ഐ നോ വൺ കേസ്. ഇവിടെ മാൻഹോൾസ് ഇവിടെ നിന്നുള്ള ന്യൂജേഴ്സിയിൽ ഉള്ള കൗണ്ടിൽ വരുന്നതെല്ലാം ഇന്ത്യയിൽ നിന്നാണ്. അത് സെവറൽ മില്യൺസ് ഓഫ് ദിസ് മാനുവൽസ്. അതേപോലുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഈ ട്രേഡ് ഗ്രൂപ്പ് ആയിട്ട് വന്ന് മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യു നോ ദാറ്റ് വാട്ട് ആർ ദ ഐറ്റംസ് വിച്ച് ഇൻ ഡിമാൻഡ്. അത് വളരെ ബൾക്ക് ഡിമാൻഡാണ്. മാത്രമല്ല അങ്ങനെയുള്ള ഓർഡേഴ്സ് കിട്ടാൻ എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ US ആറ് സിറ്റിയിൽ വളരെ പ്രധാനമായിട്ടും വാഷിങ്ടൺ, ന്യൂയോർക്ക്, LA മുതലായ 6 സിറ്റിയിൽ എനിക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്നപ്പോൾ ഒരു കാര്യം കണ്ടത്, അവിടെ ഈ മെയിൻ്റനൻസ്, ബിൽഡിങ്ങിന്റെ ഒക്കെ മെയിൻ്റനൻസ് ഇസ് വെരി വെരി കോസ്റ്റ്ലി. ഇപ്പൊ ഇന്ത്യൻ കോൺട്രാക്ടേഴ്സ് അത് ഏറ്റെടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലും വളരെ വളരെ ചീപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു മോഡൽ അവിടെ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഉള്ള അവിടെ ലൈസൻസ് ഉള്ള ആളിന്റെ പേരിലായിരിക്കണം വർക്ക് എടുക്കേണ്ടത്. പക്ഷെ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഇവിടെ നിന്നുള്ള ഇതിലൂടെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. റോ മെറ്റീരിയൽ അതുമായിട്ടുള്ള സപ്ലൈ ഒക്കെ നമുക്ക് ഇവിടെ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ആയിട്ട് അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ കോസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തതുമായിട്ട് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എപ്പോഴും അങ്ങനെയൊക്കെയുള്ള വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കലിയും കൂടെ ആരെങ്കിലും ഒക്കെ നമ്മുടെ ബിസിനസ്സിനകത്ത് പാർട്ട്നേഴ്സ് വേണം. കാരണം ആ ഡീൽ ഉറപ്പിക്കാനായിട്ടും അവരുമായിട്ട് പല ചർച്ചകളിൽ പോകാനായിട്ടും അത് ഏറ്റെടുക്കാനായിട്ടും. ലൈക്ക് ന്യൂയോർക്കൊക്കെ ആണെങ്കിൽ അവിടെ ചെറിയ മാഫിയയുടെ ഒക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ കാണും. അപ്പൊ അതിന്റെ ഇടയ്ക്കോടൊക്കെ ആ വർക്ക് എടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് പരുവപ്പെടുത്തി നിർത്താനായിട്ട് പറ്റിയൊരു ലോക്കൽ പാർട്ട്ണർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മലയാളികൾ കൂടുതലും വളരെ കുറച്ച് ആൾക്കാരാണ് ബിസിനസിന്റെ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചെറിയ ചെറിയ ബിസിനസ്സിനകത്ത് അവർക്ക് താല്പര്യം ഉണ്ട് താനും. അപ്പൊ ഈ സിനാരിയയിൽ നമുക്ക് ആ ഒരു മെയിൻ്റനൻസ്, കൺസ്ട്രക്ഷൻ ഈ ഏരിയയിലൊക്കെ നമുക്ക് എന്താ സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ കൺസ്ട്രക്ഷൻ നല്ലൊരു ഏരിയയാണ്. ഇവിടെ ഞാൻ കാണുന്നത് കൺസ്ട്രക്ഷൻ ഏരിയയിലുള്ളത് പഞ്ച്വാലിറ്റിയും പിന്നെ ട്രസ്റ്റുമാണ്. ഈ 2 ഫാക്ടറും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പൊ എനിക്കൊരു സംശയം അവിടെ. നമുക്കിപ്പം നമ്മുടെ ആൾക്കാർ ഇവിടെ നന്നായിട്ട് വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്. 10-500 കോടിയുടെ ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും US മാർക്കറ്റ് ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഇപ്പൊ ന്യൂയോർക്കിലൊക്കെ വരുവാണെങ്കിൽ എട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ബോബി ചെമ്മന്നൂർ പോലുള്ള കക്ഷികളും പിന്നെ ജോയി ആലുക്കാസ്, ബാക്കി കല്യാണം, ഇവരെല്ലാം ഉണ്ടല്ലോ, അവിടെ പ്രസൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കിവിടെ ഉയർന്നു വരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മലയാളിയായിട്ട് ചേർന്ന് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിലായിരിക്കും കൂടുതലും സാധ്യതയുള്ളത്? പിന്നെ അവരൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫൊക്കാനയുടെ മീറ്റിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ആകാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അതെല്ലാം ചെയ്യാം. ആക്ച്വലി അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഈ ഡൂയിങ് ബിസിനസ് ഒരു കറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ.
അല്ല, ഞാൻ ഇവിടെയുള്ള ഒരു മിസ്സിംഗ് പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാ ബിസിനസ്സിനും ഈ കറക്റ്റ് ടൈമിന് കറക്റ്റ് ടൈമും ട്രസ്റ്റ് ഫാക്ടറും ഉണ്ടെന്നുണ്ടെങ്കിൽ ദോസ് പീപ്പിൾ ആർ ഫ്ലറിഷിംഗ് എല്ലാം. അപ്പൊ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഈ മെക്സിക്കൻസും അത് ഇതൊക്കെ. പക്ഷെ മലയാളീസ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഈ രണ്ട് ഫാക്ടറും വെച്ച് ആ ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി എ ഗുഡ് ഏരിയ കൺസ്ട്രക്ഷൻ. പ്രോഫിറ്റ് മാർജിൻ കൂടുതലാണ്. പിന്നെ മാത്രമല്ല അതിന് ഡിമാൻഡ് ഉണ്ട്. ഈ ബിസിനസ് പോകുന്നത് മുഴുവനും ഗുഡ് വില്ലും റെഫറലും വെച്ചാണ്. ഈ കൺസ്ട്രക്ഷൻ ബിസിനസ് വലിയ രീതിയിലായിരുന്നാലും ചെറിയ രീതിയിലായിരുന്നാലും ഗവൺമെന്റ് ആയിരുന്നാലും ശരി, ഇത് മൂന്നിലും ഈ ഫാക്ടർ ശരിയാണ്. ഈവൻ ഈ കോസ്റ്റ് ഓഫ് ബിഡിങ് തന്നെയും മറ്റുള്ള പഞ്ച്വാലിറ്റിയും ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടെങ്കിൽ തന്നെയും സ്റ്റിൽ ഹയർ ബിഡിന് കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പം കൺസ്ട്രക്ഷൻ ഇതിൽ എങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആണോ അതോ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസ്, പിന്നെ അല്ലാത്ത സാധാരണ ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വലിയ വർക്കുകൾ ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ പൈസ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അമേരിക്കയിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല. ഇവര് നല്ലപോലെ വലിയ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഇവിടുന്ന് കൺസ്ട്രക്ഷൻ ഇതില് ഇന്ത്യൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പിലാണ് വരുന്നത്. മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് വെച്ചാല് പ്രിവിലേജ് ഗ്രൂപ്പ്. സോ ഇപ്പം ഒരു സെർട്ടൺ നമ്പർ ഓഫ് കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം കോൺട്രാക്ട് ഈ മൈനോറിറ്റി ഗ്രൂപ്പിന് കൊടുക്കണമെന്നുള്ള ഒരു പ്രൊവിഷൻ കൂടെ ഉണ്ട്. അപ്പൊ അതൊരു നോ മാറ്റർ വാട്ട് യു വിൽ ഹാവ് എ privilege of getting the contract also. മൈനോറിറ്റി ഗ്രൂപ്പിലാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ അതെ അതെ. അത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് ഉണ്ട് അല്ലേ? പ്രിഫറൻസ് ഉണ്ട്. among the equals you have the preference. ഇപ്പം 10 കോൺട്രാക്ട് ഉണ്ട്, അതിലിപ്പം ഡെഫിനറ്റ്ലി 2 കോൺട്രാക്ട് മൈനോറിറ്റി ഗ്രൂപ്പിന് 9A കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അറ്റോർണീസും അല്ലെങ്കിൽ അതിന്റെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി ഇടയ്ക്ക് സംസാരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് ആദ്യം മുതൽ നമുക്ക് സംസാരിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമുക്ക് അതിനകത്തൊരു കൺസൾട്ടൻസിനെ ഏൽപ്പിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സാധ്യതയായിട്ടുള്ളത്. ഇതില് ഇപ്പൊ 2 ways it can be done. ഇങ്ങനെയുള്ള ഈ ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റ്മെന്റ് വിസ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഐ തിങ്ക് 750,000 അങ്ങനെ എന്താണെന്ന് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ലീഗലായിട്ട് വരാനും ഇവിടെ ബിസിനസ് ചെയ്യാനും ഉള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പം അതിപ്പോഴും ഇനിയിപ്പോ റെസിഷൻ ടൈമിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഇസ് വളരെ ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്. അതിൽ 10 പേർക്ക് വരാം, അല്ല 10 പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാം, 2 പേർക്ക് അതിൽ തന്നെ ഗ്രീൻ കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പ്രൊവിഷനുണ്ട്. അതൊരു നല്ലൊരു ഏരിയ ആണ്. somebody who is really ബിസിനസ് ചെയ്യാനുള്ള ഈ ഏരിയയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ പല ഏരിയയിലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമിഗ്രേഷനും കാര്യങ്ങളും എക്സിസ്റ്റിംഗ് ഉണ്ട്. അല്ല പിന്നെ ഇപ്പൊ അവിടെ നമുക്ക് നല്ലൊരു വീട് നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ട് അതിന് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പിന്നെ എന്താണ് ഇൻവെസ്റ്റർ വിസയ്ക്കുള്ള ഈ പറഞ്ഞൊരു 1 മില്യന്റെ കാര്യം അങ്ങോട്ട് തീർന്നു. അതെ, ശരിയാ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരുകയും ചെയ്യും, ആ ഒരു പ്രശ്നം തീരുകയും ചെയ്യും. നമുക്ക് അത് കഴിഞ്ഞുള്ള അപ്പൊ ഞാനൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളെ വിളിക്കാം. ഫസലുദ്ദീൻ. ചോദിക്കാവോ? നമുക്ക് പിന്നെ US നമ്മുടെ ഫൊക്കാനയുടെ പ്രസിഡന്റ് ആണ് മിസ്റ്റർ മാധവൻ നായർ. സംസാരിക്കുവോ? സംസാരിക്കാം സാർ. ഒരു സെക്കൻഡ്. ഞാൻ
പെട്ടെന്ന് ശ്രദ്ധിക്കാതിരിക്കുന്നു. ഞാൻ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ 10 ദിവസം പോയി കറങ്ങിയ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെ ഇതുവരെ നമ്മുടെ ഒരു ആലോചനയിൽ ഈ സംഭവം വന്നിട്ടില്ല. പറയണം കാര്യം നമ്മുടെ ഒരു ചിന്തയിൽ ഇതുവരെയും യു എസില് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊരു ചിന്ത ഇതുവരെ കടന്നു വന്നിട്ടില്ല നമ്മുടെ ഇതില്. ഞാൻ പറയുന്ന കാര്യം, ഗൾഫിൽ നമ്മൾ ചെയ്തിട്ട് പൈസ ഉടനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാർ ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് ഇതിനകത്ത്. നമുക്ക് ഗൾഫിൽ 2 കൺട്രീസിലുണ്ടായിരുന്നു വർക്ക്. ഖത്തറിലും ഒമാനിലും നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഒമാനില് ഇപ്പോഴും നിലവില് റെഡിമിക്സ് കമ്പനിയൊക്കെ ഉണ്ട്, നിലവിൽ നടക്കുന്നുണ്ട്, 2ാമത്തെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം വെളിയിലോട്ടുള്ള യാത്ര ഈ ഒരു കണ്ടീഷനിൽ ഒന്ന് ആലോചിക്കുന്നതേ ഉള്ളൂ. അതിനെ കുറിച്ചൊരു തീരുമാനത്തിലോട്ട് നമ്മൾ വന്നിട്ടില്ല. ഇതിന് ശേഷമുള്ള ഒരു ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിന് ശേഷം ഞാൻ ചോദിച്ചത്. കൺസ്ട്രക്ഷൻ ഏരിയയില് ഞാൻ അവിടെ കണ്ടൊരു കൺസ്ട്രക്ഷൻ ഏരിയ വലിയൊരു സാധ്യത കാണുന്നുണ്ട് യു എസില്. ഞങ്ങൾ ഇവിടെ കാര്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അവിടെയും ഞാൻ പോയി ഒത്തിരി കറങ്ങിയൊക്കെ കണ്ടതാണ്. അവിടെ വേൾഡ് മലയാളി അസോസിയേഷനിലെ പ്രതിനിധികളെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചതായിരുന്നു 2 ദിവസം മുമ്പ്. ഓക്കെ, നിങ്ങളിത് ചിന്തിക്കുക ഇനിയിപ്പം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മുമ്പോട്ട് പോയതുമില്ല. പെട്ടെന്ന് ഞാനത് നമ്മുടെ ചിന്തയിൽ ഇതുവരെ അങ്ങോട്ട് കടന്നു വന്ന ഒരു കാര്യമല്ല ഈ യു എസിലെ ബിസിനസ്. അല്ല, നമ്മളെ പരിധികൾ വിട്ട് ചിന്തിക്കണം. നമ്മളിപ്പോ ഓൾറെഡി രണ്ട് ഗൾഫ് കൺട്രീസിൽ ഖത്തറിലും ഒമാനിലും നിലവിൽ ഉണ്ടായിരുന്നു. ഒമാനിൽ ഇപ്പോഴും ഉണ്ട്, ഖത്തറിൽ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇന്ത്യയിൽ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ആദ്യം എനിക്ക് ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു. കണ്ടിന്യൂ സംസാരിച്ചോളൂ. ഞാനിപ്പോ ഇടയ്ക്കൊന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്തതാണ്. ഈ കമേഴ്ഷ്യൽ കൺസ്ട്രക്ഷനും നല്ലൊരു ഇതാണ്. പിന്നെ ഈ റെന്റൽ അപ്പാർട്ട്മെന്റ്സുകളും അതും നല്ലൊരു ഏരിയ. റെന്റൽ ഇപ്പൊ പുതിയ കോൺസെപ്റ്റില് ആളുകൾ വീട് മേടിക്കുന്നത് കഴിഞ്ഞിട്ട് റെന്റൽ ആയിട്ട് പോകാന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ബിക്കം ചീപ്പർ. അത് മാത്രമല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അത് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. പ്ലസ് മാത്രമല്ല അതേ പ്രോപ്പർട്ടി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എഗെയിൻ അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതിന്റെ വർക്ക് ഫ്ലോ cash flow increase ചെയ്യും, പ്രോഫിറ്റബിലിറ്റി കൂട്ടുകയും ചെയ്യാം. എന്നുവെച്ചാൽ സെയിം അസറ്റ് യു ക്യാൻ കീപ്പ് ഓൺ ആഡിങ് അസറ്റ്സ്. എല്ലാരും തുറക്കുന്നുണ്ടെന്ന് പറയണേ, മറ്റേ അടിച്ചു ഒരു വൃത്തിയാക്കാന്നൊക്കെ പറയണ്ട ഓരോരുത്തര്, എന്താ അറിയില്ല. സോറി, ഇടയ്ക്ക് ആരുടെ സംസാരം കയറി വന്നു. ഓക്കെ, കണ്ടിന്യൂ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് തുറന്നോളൂ. You can give some ideas. Say for example, ഒരു $1 million വീട് മേടിച്ചു. അപ്പൊ ആ വീട് തന്നെ ഒരു അസറ്റായി, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ആ അസറ്റ് തന്നെ against of the asset you are buying another one asset because of the duplication of collateral. എന്നിട്ട് അതിൽ നിന്നുള്ള പോസിറ്റീവ് ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് so with every year you can duplicate that asset. അങ്ങനെ ഒരു മോഡൽ ഉണ്ട്. നമ്മളിപ്പോ ഒരു 5 million അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്കൊരു പിന്നെ വീണ്ടും മണി ജനറേറ്റ് ചെയ്തൊരു 3 million 2 million വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം, വീണ്ടും ഒരു 1 million ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ സാധ്യതയുള്ളതാണ്. നമുക്ക് മൾട്ടി ഫോർട്ടഡായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ത്യയിൽ അത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റൂല. അവിടെ ക്ലോസ് എക്സാമിനേഷനിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഈ കേരളത്തിൽ ചെയ്യുന്ന കഴിഞ്ഞും വളരെ സാധ്യത കൂടി ഞാൻ കണ്ടത് US ആണ്. US ഒട്ട് സാച്ചുറേറ്റഡ് അല്ല. അപ്പോഴും നമുക്ക് ഇനിയും പിന്നെ തന്നെ വെച്ചാൽ അവിടെ ഇതിന്റെ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ഇതിന്റെ പൈസ കൊടുക്കുന്നതൊക്കെ കുറച്ചുകൂടെ ഒരു പിന്നെ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പെറൻസി ഉണ്ട്. യു ഹാവ് ഒരു റെമഡി ഉണ്ട്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫാസ്റ്റ് ആണ്. മാത്രമല്ല മണി റിസീവബിൾസിനെ കളക്ട് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. പിന്നെ എവിക്ഷൻ റൂൾസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്.
so that loss of occupancy, loss of income വരാൻ കുറവാണ്. അപ്പം അങ്ങനെയുള്ള പല പ്ലസ് പോയിന്റ്സും ഉണ്ട്. സോ ബിസിനസ് ആ മോഡല് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് ഉള്ള ഒരു മോഡലാണ്, ലൈക്ക് ഹൗസിംഗ് ഫൈനാൻസ് മാതിരി. Your trajectory, your growth is always on the up trigger, no matter what the economy is, whether it is a down or up, this will be moving up. ഈ സ്പൈസസിന്റെ ബിസിനസിനെ കുറിച്ച് അവിടെ എന്തെങ്കിലും അത് ചെയ്യുന്ന കാരണം ഇതിനകത്ത് സ്പൈസസ് സപ്ലയേഴ്സ് ഉണ്ട് ഇതിനകത്ത് നമ്മളെ കൂട്ടത്തില്. സ്പൈസസ് അതിനെപ്പോഴും ഡിമാൻഡുള്ള ഇത് തന്നെയാണ്. ഉള്ളത് അതിന്റെ ക്വാളിറ്റിയും അത് ഹൗ യു ആഡ് വാല്യൂ ടു ദ പ്രോഡക്റ്റ് എന്നുള്ളതും ഇരിക്കും. സ്പൈസസ് ഇപ്പോഴും മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ന്യൂ ചേഞ്ച് നോക്കിയെന്ന് വെച്ചാൽ ദ ഈസ്റ്റ്, നമ്മളെ നാട്ടിലുള്ള ഈസ്റ്റേൺ പ്രോഡക്ട്സ്, ഹെർബൽ പ്രോഡക്ട്സും അതിൻ്റെ ഈ ഇങ്ങനെയുള്ള കോണ്ടിമെന്റ്സും കാര്യങ്ങളൊക്കെ അതിനുള്ള വാല്യൂ കൂടുതലായിട്ട് പ്രചരിച്ച് തുടങ്ങി. മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ ഈ ആയുർവേദവും മറ്റുള്ള നാച്ചുറൽ ഹെർബൽ മെഡിസിൻസും അതിന്റെ കോണ്ടിമെന്റ്സിന്റെ വാല്യൂസും എല്ലാം ഒരു വലിയൊരു അവയർനെസ് തന്നെ വന്നു. അപ്പം ഈ പ്രോഡക്ട്സിനെല്ലാത്തിനും ഒരു പുതിയ ഡെഫിനിഷനും പുതിയ യൂസേജും പുതിയ ബെനിഫിറ്റ്സും ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. അതിനൊരു ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അത് മാർക്കറ്റ് ചെയ്യാനുള്ള സ്ഥലവും ഇത് തന്നെയാണ്, അതിന് തർക്കമില്ല. നമുക്ക് ടൂറിസം അല്ലെങ്കിൽ ആയുർവേദ ഇതിന്റെയൊക്കെ എന്തെങ്കിലും ഒരു സാധ്യതയെ കുറിച്ച് പറയാമോ? ആക്ച്വലി ആയുർവേദ ത്തിൻ്റെത് ഇപ്പം റിയലി ഇറ്റ്സ് എ ബിഗിനിങ് സ്റ്റേജ് എന്ന് വേണം ഞാൻ പറയാൻ. ദാറ്റ് മീൻസ് നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മാത്രമല്ല, ഈവൻ കേരള ഇന്ത്യ ഗവൺമെന്റും അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും അവയർനെസ്സും അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്ഗ്രഡേഷൻസും വന്നതുകൊണ്ട് അതിൻ്റെ ഈ റിജനറേഷൻ, ദ മോട്ടിവേഷൻ, ദ ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ്, അതിനൊക്കെ ഈ നമ്മുടെ ആയുർവേദവും ഈ നാച്ചുറൽ മെഡിസിനും ഒരു സോഴ്സും അതിൻ്റെ ഒരു റീസണും ആയിരിക്കുന്ന ഇതുകൊണ്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ തർക്കമില്ല. മാത്രമല്ല, അത് വാല്യൂ ഫോർ ഡോളർ എന്ന് തന്നെ പറയാം. ഇവിടെ സാധാരണ ഇപ്പം ഈ നാച്ചുറൽ ആയിട്ടുള്ള തടവാനും അതിനൊക്കെ പോകുന്നതിന് $100-150 1 ഹവറിന് ആളുകൾ. അത് പാക്കേജ് ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി അവിടുത്തെയും ഇവിടുത്തെയും കോസ്റ്റ് ബെനിഫിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഹ്യൂജ്. അതിന് എങ്ങനെ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഈ ടെക്നീഷ്യനെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു സംഭവം, ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഒരാളൊരു ആയുർവേദിക് ട്രീറ്റ്മെന്റിന്റെ ഒരു ചെയിൻ തന്നെ US നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തുകാരെ പഠിപ്പിച്ചെടുത്തത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരും. തെറാപ്പിസ്റ്റ് അതിപ്പം ഹോം ഗ്രോൺ ആയിട്ടുള്ള തന്നെ നമ്മൾ തന്നെ എടുത്ത് പിന്നെ ഇവിടെ ആ ലൈസൻസിങ്ങിന്റെ ഇപ്പം എന്തോ ഒരു ചേഞ്ച് നന്നായിട്ട് ഫേവറബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം പുതിയ ഇതില്. അപ്പം നമ്മൾ തന്നെ എടുത്ത് നമുക്ക് തന്നെ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്ത് ആളുകൾ എടുക്കണം. ആളുകളെ കിട്ടാനുള്ള ഒരു ചലഞ്ച് അതുകൊണ്ട് വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. ഈ തെറാപ്പിസ്റ്റിനെ തടവാൻ വേണ്ടിയിട്ടുള്ള ആളിനെ കിട്ടുന്ന ഇതാണ്. പക്ഷെ അതൊരു ഹൈ എൻഡ് ബിസിനസ് ആണ്. മലയാളീസിന് മാത്രമല്ല, ഈവൻ മറ്റുള്ള ആളുകൾക്ക് വളരെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഈ സ്പാ ആൻഡ് ഓയിൽ മസാജിങ്. പിന്നെ അതിൽ ഒരു
ഇതേ ഉള്ളൂ. പ്രൊഫഷണലായിട്ട് ഈ ക്രോസ് മസാജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ജനറലായിട്ട് അതുണ്ട്. അത് നല്ലൊരു ഡിസിപ്ലിൻഡ് വേ ആയിട്ട് വളരെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈസ് വൈഡ് ഓപ്പൺ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ഫൊക്കാനയുടെ മീറ്റിംഗ് നമ്മൾ ആ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ നടക്കാനാണോ സാധ്യത കൂടുതൽ, അതോ ഒരു 1-2 മാസം മാറ്റി വെക്കാൻ അങ്ങനെ നമ്മൾ പറഞ്ഞ ഇപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഗ്യാതറിങ്ങും ഇത് റെസ്ട്രിക്റ്റഡ്. അപ്പം ഡെഫിനറ്റ്ലി ഇത് ഡേറ്റ് മാറ്റിവെക്കും. ഡെഫിനറ്റ്ലി കൂടാൻ ഒക്കത്തില്ല. മാത്രമല്ല ഇന്റർനാഷണലി ഒരുപാട് ആളുകൾക്ക് ട്രാവൽ ചെയ്യാനും അതുപോലെ ട്രാവൽ റെസ്ട്രിക്ഷൻസും ഉണ്ട്. മിക്കവാറും നെക്സ്റ്റ് ഇയർ ആവാനാണ് സാധ്യത. ഈ വർഷ അവസാനം നെക്സ്റ്റ് ഇയർ ആവാനാണ് സാധ്യത. മാറ്റിവെക്കാനാണ് സാധ്യത അല്ലേ? സാധ്യത. ഡേറ്റ് ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഇതിപ്പോ ഇതിനൊരു റീഓപ്പണിന് അടുത്ത ഉടനെ തന്നെ എക്കണോമി ബാക്ക് ടു റീഓപ്പൺ. മാത്രമല്ല ഇതിന്റെ ഒരു 6 months ടൈം ഒരു ബേക്കിംഗ് ടൈം ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. 6 months ടൈം. 6 months ടൈം എടുക്കും എല്ലാം ബാക്ക് ടു നോർമൽ ആകാനായിട്ട്. അതെ. അപ്പം 6 months ടൈമിന് വി ആർ ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് ദ മെഡിസിൻ ഓൾറെഡി ഇറ്റ് ഈസ് ദ തേർഡ് ട്രയൽ എന്ന് പറയുകയാണ്. സോ ദറ്റ് ഒരു മെഡിസിൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലൂ പോലുള്ള ഒരു ഔട്ട്ലുക്കേ ഉള്ളൂ. The fear will go out. അപ്പൊ നമുക്ക് 2 challenges ആണ് ഉള്ളത്. ഒന്ന്, നമ്മളുടെ ഈ ഫിയർ പോണം, ട്രസ്റ്റ് റീബിൽഡ് ചെയ്യണം. നമ്മള് ഇത് രണ്ടും വരണമെന്നുണ്ടെങ്കിൽ മെഡിസിനും വാക്സിനും വരണം. അത് ആക്ച്വലി വാക്സിൻ വരാൻ 1 വർഷം മിനിമം എടുക്കുമെന്നാണ് പറയുന്നത്. മെഡിസിൻ ഈ 6 മാസത്തിനകത്ത് മെഡിസിൻ വരും, 100% മെഡിസിൻ വരും. Then the things will get order. By that time, നമ്മുടെ വേൾഡില് നമ്മുടെ ബിസിനസ് ചെയ്യുന്ന രീതിയും ഭാവവും മട്ടും ഒക്കെ ഒരു പുതിയ രീതി തന്നെ ആയിരിക്കും എന്നുള്ളതിന് വ്യത്യാസമില്ല. മാർക്കറ്റ് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ടൈമാണ്. മാർക്കറ്റില് സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നാലും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നതിലാണെന്നാലും ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ദ challenge and convert into an opportunity for business എന്ന് പറയാം. ഇതേപോലെ എന്തെങ്കിലും നമുക്ക് ഡിജിറ്റൽ ഫോറത്തിലുള്ള മീറ്റിംഗ് വല്ലതും ഫൊക്കാന പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഫൊക്കാന ഫോറത്തിൽ ആക്ച്വലി ഫൊക്കാന ഇപ്പം നാട്ടിൽ തന്നെ ഫ്ലവേഴ്സ് ടിവിയുമായിട്ട് നമ്മളിപ്പം ഓൾറെഡി ഒരു 8 എപ്പിസോഡ് ചെയ്തു. അവിടെ ഈ യങ് എന്റർപ്രനേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ തന്നെ ഇപ്പൊ ഒരു 10 ബിസിനസ് ഐഡിയാസ് ലോക്ക് ഇൻ ചെയ്തു. സോ അങ്ങനെയുള്ള ഐഡിയാസിനെ തന്നെ ടേക്ക് ചെയ്ത് ബിസിനസ് ചെയ്യാൻ ഉള്ളതിന് പാറ്റന്റ് ആക്കിയിട്ട് അതിനെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അവിടെ. അപ്പൊ ഈ നാട്ടിലൊരു ഓർഗനൈസേഷനെ ഇത് ചെയ്യുമ്പം ലൈഫ് ലൈനെ കൂടെ പരിഗണിക്കുക. കാരണം നമുക്കിവിടെ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ബാച്ചിങ്ങിന് ഇരിക്കുമല്ലേ? അതെ. അതിപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതിൽ വന്ന 1-2 ഐഡിയാസ് തന്നെയാണ്. ഇപ്പൊ ഈ ബയോ നാപ്കിൻ അതൊക്കെ അതിൽ നിന്ന് വന്ന ഐഡിയാസ് ആണ് നമ്മൾ ലോക്ക് ഇൻ ചെയ്തിരിക്കുന്നത്. അതിൽ വന്നാൽ അങ്ങനെയുള്ള ആ സ്മോൾ ഐഡിയാസ് എടുത്ത് പാറ്റന്റ് എടുത്ത് അത് തന്നെ ബിസിനസ്സായിട്ട് ഒരു എന്റർപ്രീനർ പിക്കപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫോർച്യൂൺ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ആക്ച്വലി ഈ യങ് എഞ്ചിനീയേഴ്സ് കൊണ്ടുവരുന്ന ആ ഐഡിയാസ് ഒക്കെ റിയലി അമേസിങ്. അപ്പൊ നമ്മളിപ്പം അത് പിന്നെ 10 പ്രോജക്റ്റ് ഓൾറെഡി ലോക്ക് ഓൺ ചെയ്തു. പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. അതില് അങ്ങനെയുള്ള ഇതിലൊക്കെ വന്ന് നിങ്ങൾ നോക്കണം. ഈ നിങ്ങളെപ്പോലുള്ള എന്റർപ്രനേഴ്സ്, ഈ ടീം, if you look at it, really it's a mind blowing and how the people are coming out with the ideas. ഇപ്പൊ ഈ നമ്മുടെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ
മലയാളി അവിടുത്തെ ആന്ത്രപ്രണേഴ്സിന് അല്ലെങ്കിൽ ഒരു ഡിമാൻഡുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഏത് ഐഡിയ ഇട്ടാലും എനിക്കറിയാം ഒരു 4-5 പേരെങ്കിലും ഞാൻ ഐഡിയ ആയിട്ട് താല്പര്യമുള്ളവർ മുന്നോട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്ന അവിടെ ഉള്ളവർക്ക് നാടുമായിട്ട് അപ്പോൾ ഈ റൈറ്റ് കോണ്ടാക്ട് കിട്ടാനായിട്ട്, ഇല്ലെങ്കിൽ റൈറ്റ് സോഴ്സ് ചെയ്യാനായിട്ട്, ഇല്ല റൈറ്റ് ഇൻവെസ്റ്റ് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്ന ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുവാണെങ്കിൽ ബിസിനസ് നാട്ടിലെവിടെ ഇതിപ്പം നമുക്ക് കാസർഗോഡ് മുതൽ എല്ലാ ജില്ലകളും, തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും, പിന്നെ കുറച്ച് പിന്നെ ഗൾഫ് റീജിയൻസിൽ നിന്നുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. 1-2 പേര് US ഉള്ളവരും ഉണ്ട് ഇതിപ്പോൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഈ 25th 26th ഞാൻ US വേണ്ടി മാത്രം ഒരു പരിപാടി ഇവിടുത്തെ രാത്രി 11 മണിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം US വേണ്ടിയിട്ട് ഇതെല്ലാം ആബ്സല്യൂട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടാതെ നമുക്ക് ഈ ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മേ ബി 2-3 പേർക്ക് ഇതിനകത്ത് വരെ അവർക്ക് അവരുടെ ഐഡിയാസ് പറയാം. അപ്പൊ ഇവിടുന്ന് നേരെ അത് ആരെങ്കിലും ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഉടനെ തന്നെ അവർ തങ്ങളിൽ അങ്ങോട്ട് ബന്ധപ്പെടാം. പിന്നെ കുറെ നാൾ അത് വർക്കൗട്ട് ചെയ്ത് പതിയെ പതിയെ അവർക്കത് പിന്നെ എന്താണ് ഒരു മാനിഫെസ്റ്റ് ചെയ്യിക്കാം, ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ജെനുവിൻലി ബിസിനസ് ചെയ്യണം, ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ കൂടെ കൂട്ടി അവിടെ ബിസിനസ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫൊക്കാന എന്ന് പറയുന്ന ഫൊക്കാന ആൻഡ് ലൈഫ് ലൈൻ ഇതിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് ആലോചിക്കാം. We can do that. ഇപ്പൊ തന്നെ I know few people willing to invest money in the equity or the working capital which are needed to take the business from the current level to the next level. So, any business, അവിടെ തന്നെ ഉള്ള ബിസിനസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് ഉള്ള റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകളുണ്ട്. ഓക്കെ. So if somebody is telling they need working capital by way of equity participation, we can look at that. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നല്ല ബിസിനസ് ആണെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറാവും. ഇപ്പൊ ഇതിനകത്ത് വരുന്നത് ഒരു ജോലി അന്വേഷിക്കുന്ന ആൾക്കാരല്ല, എപ്പോഴും ബിസിനസ് ആലോചിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഒരു 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 ഗ്രൂപ്പ് ആളുകളുണ്ട്, നമ്മുടെ തന്നെ നമുക്ക് ഞാൻ പറയുന്നു ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, അവർക്ക് they wanted to invest money in the equity which the companies are doing good, but at the same time they do not want to go to the bank or get any other money. അപ്പോൾ ഒരു പെർഫെക്റ്റ് സിറ്റുവേഷൻ ആണ്, ലൈക്ക് എ ഡിബെഞ്ചർ അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺ കൺവേർട്ടിങ് ഇൻ ടു ഇക്വിറ്റി, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. സോ ദാറ്റ് the business can do wonders without undergoing bank formalities or മറ്റുള്ള challenges ഒന്നും ഇല്ലാതെ at the same time ആ പ്രോഡക്റ്റിന് ഇവിടെ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. സോ വൈസ് വേഴ്സ ആയിട്ട് മാർക്കറ്റിങ്ങും അതിന്റെ പ്രോഫിറ്റബിലിറ്റിക്കുമുള്ള സ്കോപ്പ് കൂടുതലാണ്. സോ ദാറ്റ് the other party who is here is automatically having a vested interest to promote the product, and whereby the company തന്നെ ഒരു configuration like a foreign equity participated company, thereby and value and prospectiveness ഒക്കെ totally അത് മാറും. അങ്ങനെ ഉള്ളതുണ്ട്. അങ്ങനെ whoever is interested in that angle, that also you can communicate that. ഓക്കെ ഓക്കെ, റിയലി നൈസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ആണെങ്കിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തമായിട്ട് ചൈനീസ് കമ്പനികൾക്ക് അവര് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്തു, ഇന്നലെയാണ് റെസ്ട്രിക്ട് ചെയ്തത്.
കമ്പനിയിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് പറ്റത്തില്ല. പക്ഷെങ്കിൽ US കമ്പനികൾക്ക് ഇന്ത്യയിൽ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ മറ്റേ കമ്പനി ടേക്ക് ഓവർ ചെയ്യാനോ. ഇപ്പൊ നമുക്ക് അടുത്ത ദിവസം ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരാളാണ് നമ്മുടെ ഇന്ദുലേഖ. കേരളത്തിൽ നിന്നുണ്ടായ ഒരു കമ്പനിയാണ്. അത് അവസാനം 500 crores മറ്റോ ഹിന്ദുസ്ഥാൻ ലിവർ ഏറ്റെടുക്കുക ചെയ്തത്. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വേറെ ഒരുപാട് ബ്രാൻഡ് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ഫയാസ് അടുത്ത ദിവസം നമ്മുടെ മീറ്റിംഗിനകത്ത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആളാണ്. അല്ല, ഇതിന് വേറൊരു ഐഡിയ ഇപ്പം KSADCയില് ഒരുപാട് കമ്പനീസ് ഉണ്ട്. പിന്നെ ഈ ബോർഡർ ലൈനിൽ ഉള്ള ഒരുപാട് നല്ല പ്രോജക്റ്റുകളും എല്ലാം. For some reasons they are having some problems. അങ്ങനെയുള്ള യൂണിറ്റുകൾ നോക്കുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഈ ഗ്രൂപ്പിലുള്ള എന്റർപ്രനേഴ്സ് തന്നെ ദേ ഐഡന്റിഫൈ ഇറ്റ്. അപ്പൊ അതിലുള്ള മെയിൻ ആയിട്ടൊക്കെ ഉള്ള പ്രോബ്ലംസ് ഈ ക്യാഷ് ഫ്ലോ പ്രോബ്ലം തന്നെയാണ് ഞാൻ നോക്കിയിട്ട്. സോ ഐ ഹാവ് ഡിസ്കസ്ഡ് വിത്ത് സം ഓഫ് ദ ടോപ്പ് പീപ്പിൾ. അങ്ങനെ ഒരുപാട് യൂണിറ്റ് ഉണ്ട്. അപ്പൊ അവര് അന്വേഷിച്ചുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിനൊക്കെ കൺവേർട്ട് ചെയ്ത് ഒരു റിവംപ് ചെയ്ത് ചേർത്താല് അതിന്റെ ഈ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റും കറണ്ട് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ROI ഈസ് വെരി ഹൈ. ഈ നിങ്ങളെ ഈ ഗ്രൂപ്പിലുള്ള ലൈഫ് ലൈൻ ഗ്രൂപ്പിലുള്ള ആളുകൾ അങ്ങനെയുള്ള പ്രോജക്റ്റിലെടുത്ത് വിസിബിൾ ആയിട്ട് അവരുടെ ലൈക്കിങ്ങിലുള്ള ലൈൻ ഓഫ് തിങ് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട്, അതുപോലെ ജസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടർ ആയിരിക്കും. ന്യൂ ലൈഫ് ടു ദോസ് വെഞ്ചേഴ്സ്. വളരെ വളരെ നന്നായിരുന്നു, ഇൻസ്പയറിംഗ് ആയിരുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കാം. ആൾക്കാർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 1 by അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. നമുക്ക് ഇനി കുറച്ച് ടൈമേ ഉള്ളൂ, 3-4 മിനിറ്റേ ഉള്ളൂ. ചോദിക്കാനുള്ള ആൾക്കാർക്ക് ചോദിക്കാം. US-ഉമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുന്നെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്താൽ മതി സ്വന്തം. സർ നമസ്കാരം, എന്റെ പേര് രാജേഷ്. ഓക്കെ സർ, ഞാൻ ഓൾറെഡി US-ലേക്ക് ഓർഗാനിക് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പോ ഈ COVID-19 ഈ ലോക്ക്ഡൌൺ പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ ഓർഗാനിക് പ്രോഡക്ട്സ് പോലെ ഒരു നീഷ് മാർക്കറ്റിന് മാത്രം അല്ലെങ്കിൽ ഒരു പ്രീമിയം കസ്റ്റമർ ബേസിനെ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് എന്തായിരിക്കും ഫ്യൂച്ചർ US പോലുള്ള കൺട്രീസിൽ? ഇത് ഓവർ ദ കൗണ്ടർ മെഡിസിൻ സപ്ലിമെന്റ് അല്ലേ? ഇല്ലേ? ഓവർ ദ കൗണ്ടർ ഫുഡാണ്, ഓർഗാനിക് ഫുഡ് ആണ്. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരുപാടില്ല. ഐ തിങ്ക് സോ, റൈറ്റ്? ഇല്ല സർ. ഐ തിങ്ക് അത് മാർക്കറ്റിംഗ്, ഇതിന് തന്നെ ഇവിടെ മാർക്കറ്റിംഗ് ഹൗസസ് ഇഷ്ടംപോലെ ഉണ്ട്. ആ മാർക്കറ്റിംഗ് ഹൗസിൽ തന്നെ കൊടുത്ത് അവർ തന്നെ മാർക്കറ്റ് ചെയ്തോളും. ദാറ്റ് ഇസ് വൺ വേ ഓഫ് ഈസി വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഒരുപാട് ഈ മാർക്കറ്റിംഗ് കമ്പനികൾ തന്നെ ഉണ്ട്. ഈ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യുന്നവരെ ഈ നാച്ചുറൽ മെഡിസിൻസ് തന്നെ സപ്ലൈ ചെയ്യുന്ന ഫേംസ് ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുത്താൽ അവർ ത്രൂ ദം ദേ ഹാവ് എ ഹ്യൂജ് മാർക്കറ്റ്. ഓക്കേ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കേ, അടുത്ത ആൾ ചോദിച്ചോളൂ. സർ, ഞാൻ സലീം ചോദിച്ചോട്ടെ? സാറേ, അവിടുത്തെ റീറ്റെയിൽ സെക്ടറിന്റെയും അതേപോലെ സർവീസ് സെക്ടറിന്റെയും സ്കോപ്പ് എന്താണ്? ഞാൻ പ്രത്യേകിച്ച് ഒരു മൊബൈൽ ബിസിനസ് ഇൻഡസ്ട്രിയിലാണ്, മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതിന്റെ ഇൻഡസ്ട്രിയിലാണ്. In general, American service industry is the real thriving and ever promising and ever growing industry. നമ്മൾ ഈ ഏതാണ് ഇപ്പം മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രോഡക്ട്സ് അല്ലേ? സർ, മൊബൈൽ ഫോൺ അങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സും അതിന്റെ ആക്സറീസ് അങ്ങനെയുള്ള എല്ലാ ഇതുകളും അവരുടെ റീറ്റെയിൽ ടോട്ടലി ഓൺലൈൻ ആണെന്ന് അറിയാം. പക്ഷെ എങ്കിലും റീറ്റെയിലിന്റെ അതിന്റെ സാധ്യതകള് ഇതെല്ലാം ഇപ്പം ഓൺലൈനില് ഗോ ഓൺലൈൻ അതുകൊണ്ട് തന്നെ സർവീസ് ചോദിച്ച്. ആക്ച്വലി ഈ റീറ്റെയിൽ ആയിട്ട് ഇത് പോകുന്ന ഈ മൊബൈൽ ഐറ്റംസും അങ്ങനെയുള്ളത് പോകുന്നത് ഇവിടെ ഈ മാളില് തന്നെ ഒരുപാട്
റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഒരു വിർജിൻ പോലെ അല്ലേ? എങ്ങനെ വിർജിൻ പോലെ അല്ലേ? അതെ അതെ, അത് ആ ഈ കാർട്ടിൽ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ സപ്ലൈ ചെയിൻ പോലെ ഒരു ബൾക്കായിട്ട് ഇവിടെ ആളുകൾ എടുത്തിട്ട് ഡീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഡോളർ സ്റ്റോർ പോലുള്ള ഇതില് കണ്ടെയ്നർ പോലുള്ള ഐറ്റംസ് ഒന്ന് ഡീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. മാർക്കറ്റ് ഓൺലൈനിൽ മേടിക്കുന്നതിനെക്കാട്ടിലും ചീപ്പറായിട്ട് ഈ പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ദോസ് ചൈനീസ് പ്രോഡക്റ്റ് ഇഷ്ടംപോലെ ഇതുണ്ട്. നൗ അതിന്റെ ഇപ്പൊ ചൈനീസ് പ്രോഡക്റ്റിന് ഇപ്പം കുറഞ്ഞു വരികയാണ്. ഇപ്പം ചീപ്പർ ആണെങ്കിൽ തന്നെ വേണ്ടെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ പ്രമിതയാണ്. ആയുർവേദത്തിനെ കുറിച്ച് ചോദിക്കാനായിട്ടാണ് സാർ. അവിടെ നമുക്കിപ്പോ അവിടെ വന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ആളിനെ കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അപ്പൊ അവിടെ ഒരു സെൻട്രൽ ക്ലിനിക് ഒക്കെ തുടങ്ങി വരാൻ ഒരുപാട് പൈസ കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെയുള്ള ഗസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ അല്ലേ? അപ്പൊ മാർക്കറ്റിംഗ് അവിടെ വന്നാൽ ചെയ്യാനായിട്ട് ഉള്ള ഹെൽപ്പ് കിട്ടുമോ? ഇത് ആക്ച്വലി ഈ മോഡല് ഇപ്പൊ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് തന്നെ ആളുകളെ എടുത്തിട്ട് അവിടെയുള്ള നാട്ടില് ഇഷ്ടംപോലെ റിസോർട്ട് സെന്റർ, ആയുർവേദ ട്രീറ്റ്മെന്റ്, പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്, എന്നെ തന്നെ അപ്രോച്ച് ചെയ്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനുമൊക്കെ എല്ലാ വർഷവും പോയി ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഡിമാൻഡ്. എന്നുവെച്ചാൽ കോസ്റ്റ് ബെനിഫിറ്റ് നോക്കുമ്പോഴത്തേക്ക് വെക്കേഷനും കഴിഞ്ഞ് എയർ ടിക്കറ്റും കഴിഞ്ഞ് സ്റ്റിൽ മണി ഇൻ യുവർ പോക്കറ്റ്. കമ്പാരിറ്റീവ്ലി ഇവിടെ ഒരു പാക്കേജ് ഇവിടെ ചെയ്യുന്നത് $5,000 ഒരാഴ്ച ഈ പഞ്ചകർമ്മ ചെയ്യുന്നതിനുള്ള ഇവിടെയുള്ള ആളുകൾ മേടിക്കുന്നത്. അതെ സാർ. അപ്പൊ ഇതിപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഫോറിനേഴ്സ് ആണ് ക്ലയൻസ്, എന്റെ ഒരു 90%. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്കോപ്പ് ഇപ്പൊ സാറ് അങ്ങനെ അതാ ഞാൻ ചോദിച്ചത്. അവിടെ ഒരു ടൈപ്പ് അങ്ങനെ ഒരു ടൈപ്പ് നമുക്ക് ഫുക്കാനയിൽ കിട്ടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കിട്ടുന്നതിനുള്ള വഴി പറഞ്ഞുതരാം. ഈ സേ ഫോർ എക്സാമ്പിൾ നമ്മളെ ഈ കൺവെൻഷൻ സെന്ററിൽ കൺവെൻഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ 3000-4000 ആളുകൾ വരുന്നതാണ്. ഈ അവിടെ വന്ന് അവരുടെ തന്നെ ഒരു ഗസ്റ്റ് ലിസ്റ്റ് കിട്ടിയാലും അവിടെ തന്നെ നിങ്ങളുടെ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്താൽ തന്നെ അത്രയും ഒരു 2000-3000 ഫാമിലിയുടെ ഒരു മെയിലിംഗ് ലിസ്റ്റും കാര്യങ്ങളും അതിന്റെ നെയിം റെക്കഗ്നേഷനും കിട്ടിയാൽ തന്നെ അതിനൊരു 2% ആളുകൾ കിട്ടിയാൽ തന്നെയും ദാറ്റ്സ് എ ഹ്യൂജ് ഔട്ട്കം. അതേമാതിരി പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് വല്ല ഫ്രാഞ്ചൈസ് കൂടെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ദ ഫാസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് ദ മാക്സിമം ക്ലയന്റൽ എന്ന് എനിക്ക് തോന്നുന്നു. Okay, sir. Okay, last question. Hi sir, I am Smita. ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. Sir, I would like to know the scope of kids education materials and toys related scope in US. Play school, right? Okay. Yeah. ആദ്യമായിട്ട് എനിക്ക് അധികാരമായിട്ട് പറയാം. പക്ഷെ എനിക്കറിയാവുന്നിടത്തോളം ഈ കിഡ്സിന്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഈസ് എ ഹ്യൂജ് മാർക്കറ്റ്. ടോയ്സ് അങ്ങനെയൊക്കെ എന്നുള്ള ഔട്ട്ലെറ്റുകൾ തന്നെ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ വാൾമാർട്ട് ആണെങ്കിലും മറ്റുള്ള ഔട്ട്ലെറ്റ് ആണെങ്കിലും ഈ ടോയ്സ് സെക്ഷൻ വലിയതാണ്. മാർക്കറ്റ് ഈസ് എ ഹ്യൂജ് മാർക്കറ്റ്. നൗ ഇപ്പം ഞാനൊക്കെ നോക്കിയപ്പോ എല്ലാരും ഓൺലൈനിലാണ് ഇപ്പൊ എല്ലാം. ഇപ്പൊ ടോയ്സ് R Us ആണെങ്കിലും so online is the way they are getting more varieties, more calculated buying, more incentives.
So you could virtually create a online store and make your products. That's Yeah. it. Thank you so much, sir. ഓക്കെ, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു Q&A സെഷൻ ആയിരുന്നു. അപ്പം നമുക്ക് വളരെ വളരെ US-നെ കുറിച്ചൊരു നല്ല പിക്ചർ കിട്ടുന്ന, അല്ലെങ്കിൽ വളരെ നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് ഈ ടോക്ക്. അപ്പോൾ ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇത് തന്നെ ഫേസ്ബുക്കിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. ആൾക്കാർക്ക്, മുഴുവൻ കേൾക്കാത്ത ആൾക്കാർക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫൊക്കാനയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. It was wonderful talking to you and listening to your ideas. Thank you so much. Thank you to everyone. Thank you, sir. Thanks a lot. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much. Thank you. Sir, thank you very much, sir. Thank you, sir. Thank you very much. Thank you, sir. Thank you for your speech. Thank you very much, sir. Thank you. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം. നമുക്ക് US-ലല്ല, ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ അതിനകത്ത് നമ്മൾ പതിയെ ഇൻവോൾവ് ചെയ്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ അടുത്ത സെഷനിലും പറയാം. അതായത് ഈ നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹത്തിന്റെ അത്രയും കഴിവാണ് ഈശ്വരൻ നമുക്ക് തരിക. ഞാനത് റിപ്പീറ്റ് ചെയ്യാം, എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ ഒരാൾക്ക് സബ് ഇൻസ്പെക്ടർ ആകാനായിട്ട് അയാൾ വലിയ കാര്യമായിട്ട് സ്വപ്നം കണ്ട് ആഗ്രഹിച്ചാൽ അയാൾക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ നേടാനും അതിനുള്ള ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാനും റിട്ടേൺ ടെസ്റ്റ് പാസ്സാകാനും ഒക്കെ ഉള്ളൊരു കഴിവാണ് നമുക്ക് ഈശ്വരൻ തരിക. അത്രയും നമ്മൾ വളരത്തുള്ളൂ. ഇനി നമ്മളുടെ ആഗ്രഹം അതല്ല, ഒരു IPS ഓഫീസർ ആകാനാണ് ഭയങ്കരമായ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ആഗ്രഹം തീക്ഷ്ണമാകുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ അങ്ങനെ ഒരു എക്സാം എഴുതി ആ ലെവലിൽ വരാനുള്ള കഴിവാണ് നമുക്ക് ഈശ്വരൻ തരിക. അപ്പം നിങ്ങളുടെ ആഗ്രഹം വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ലോക്കലി ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനോ പ്രസിഡന്റ് ആകാനോ നിങ്ങൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കഴിവായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതേസമയം നിങ്ങൾ വളരെ തീക്ഷ്ണമായി ചിന്തിക്കുന്നത് ഒരു MLA ആകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ MLA ആകാനുള്ള ഒരു കപ്പാസിറ്റി സ്ലോലി നിങ്ങൾ ആർജിക്കും. ഇനി നിങ്ങളൊരു മിനിസ്റ്റർ ആകാനായിട്ടോ ഇല്ല MP ആകാനായിട്ടോ സെൻട്രൽ മിനിസ്റ്റർ ആകാനായിട്ടോ ഈവൻ പ്രൈം മിനിസ്റ്റർ ആകാനായിട്ടോ നിങ്ങൾ അതിതീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ മേ ബി 10 years 20 years നിങ്ങൾ അതിനുള്ള കപ്പാസിറ്റി ആയിരിക്കും നിങ്ങൾ ആർജിക്കുക. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ US-ൽ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ആദ്യം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ചിന്തയെ കാണത്തില്ല. പക്ഷെ നമ്മൾ അവിടെ അതിനെക്കുറിച്ചുള്ള സാധ്യത കണ്ടു കഴിയുമ്പോൾ ആദ്യം ഒന്ന് പോയി വന്നു. US-ഉം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബാംഗ്ലൂർ പോകുന്ന പോലുള്ള കാര്യമേ ഉള്ളൂ. US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അവിടെ ചില കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ചിലരുമൊക്കെ ആയിട്ട് നമുക്ക് അടുക്കാൻ പറ്റൂല. പക്ഷെ ചില ആൾക്കാർ നമ്മൾ ഏത് ചെന്നാലും ചില ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻവേരിയബിളി സെയിം എനർജിയും സെയിം സ്വഭാവമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാനും കാണാനുമായിട്ടുള്ള സംവിധാനം ഉണ്ടാവും. ദേ വിൽ വർക്ക് ടുഗദർ. അപ്പൊ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ വിജയിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശിച്ചാൽ നിങ്ങൾക്ക് അമേരിക്കയിലും വിജയിക്കാൻ പറ്റും, യൂറോപ്പിലും വിജയിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ മൈൻഡ് പവറിന്റെ ആസ്പെക്ട് ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ് നിങ്ങൾക്ക് തരിക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദി ബില്യണയർ മൈൻഡ് സെറ്റ് എന്ന് തന്നെ പറയുന്നത്. അതായത് ഈ 100 കോടി ഇന്ത്യൻ റുപ്പീസ് ഉണ്ടാക്കാനുള്ളതാണ് നമ്മുടെ മിനിമം ടാർഗറ്റ്. അപ്പൊ മിനിമം ടാർഗറ്റ് ഇപ്പൊ നമുക്കറിയാം, നിങ്ങളിപ്പോൾ ബാക്കിയുള്ളവർ അതിനകത്ത് കാണുന്നുണ്ട്. അതിനകത്ത് പല ആൾക്കാർ അതിനകത്ത് അത് കഴിഞ്ഞു പോയവരുണ്ട്, ചിലർ അതിലേക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ജെനുവിൻലി അത്രയൊന്നും ആഗ്രഹിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിന്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക, സ്വപ്നത്തെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. US-ലേക്കല്ല, എവിടേക്ക് വേണേലും ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. ഞാനിതിന്റെ തിയറീസ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ എക്സാക്റ്റ് ആയിട്ട് തിയറീസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നമ്മൾ ചെറുതാകും തോറും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇപ്പൊ നിങ്ങള് പിന്നെ ഭാഷയുടെ ലിമിറ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഷയ്ക്കകത്ത് ലിമിറ്റ് ആയി പോകും. അതേസമയത്ത് ഒരു 3 മാസം യൂട്യൂബിൽ കയറിയിരുന്ന് നല്ല ഫ്ലുവന്റ് ഇംഗ്ലീഷൊക്കെ പഠിച്ച് നിങ്ങൾക്ക് എവിടെ സംസാരിക്കണം, വേറെ യു വാണ്ട് ടു സ്പീക്ക്, അവിടെ നമ്മൾ സംസാരിച്ച് അവരുമായിട്ട് ആ ഒരു നാച്ചുറൽ ഇതെല്ലാം നമ്മുടെ കഴിവ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെ പരിധികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുക. നിങ്ങൾ എന്താണോ ലിമിറ്റ് ചെയ്യുന്നത് ആ പരിധികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുക. പരിധികൾ ഓരോ ദിവസവും ഭേദിച്ചുകൊണ്ടിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം ഇനി എന്തെങ്കിലും ചോദിക്കേണ്ട ആൾക്കാർക്ക് ചോദിക്കാം, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാം.
All the best.